ഡൽഹി നഗരത്തിലൂടെ മുല്ലപ്പൂ തലയിൽ വെച്ചൊരു കുട്ടി നടക്കുന്നുണ്ട്. കുട്ടി കണിക്കൊന്ന. അപ്പൊ ഡൽഹി നഗരത്തില് മൊത്തത്തിൽ കണിക്കൊന്നയാണ്. ആനന്ദാ മോനെ കൊന്നണ്ടോ. കൊന്നപ്പൂകൾ പൂത്തു നിൽക്കുന്ന ഡൽഹി നഗരം. എത്രയാ വിഷു കഴിഞ്ഞു പോയി. വഴി നീളെ കൊന്നപ്പൂവാണ് അടിപൊളി കൊന്നപ്പൂ. നമ്മളൊരാളെ കാണിച്ചു തരേ. നമ്മൾ ഈ എന്താണ് ഇംഗ്ലീഷ് ഹോളിവുഡിലെല്ലാം കാണുന്ന സെയിം സംഭവം ഒരു മനുഷ്യൻ പ്രതിമയായിട്ട് നിൽക്കുന്ന സംഭവം. ഇത് കാണാൻ വേണ്ടി സാനു കുറേ നേരമായി പറയുന്നു. തൊടരുത് പൊന്നെ, തൊടരുത് മോനെ. അടിപൊളിയാണ് ചങ്ങായി. എന്തായാലും കഷ്ടപ്പെടുന്നുണ്ട് കുറെ. സാനു ഇതര ബേട്ടാ ഉनको ഫോട്ടോ लेने ബേട്ടാ. അപ്പോൾ നമ്മൾ റോഡ് സൈഡിലേക്കൂടെ നടന്നിട്ട് പിന്നെ നമ്മൾ ജൻപത്തിലേക്ക് പോന്നു. തൊട്ട് മുന്നിൽ നമുക്ക് CP കാണാം, ട്രാഫിക് ജാം കാണാം. ട്രാഫിക് ജാം കാണാനൊന്നുമില്ല, എന്നാലും പറയാം ട്രാഫിക് ജാമാണ്. ഇവിടെ ഈ സമയത്ത് എന്തായാലും ട്രാഫിക് ഉണ്ടാവും, വൈകുന്നേരമാകുമ്പോൾ എന്തായാലും. റോഡ് സൈഡിൽ ചെരുപ്പ് നന്നാക്കുന്ന ഒരാൾ കണ്ട, ചെരുപ്പ് നന്നാക്കുന്ന ആളെ കണ്ട. എല്ലാം കാണിച്ചു തരും, നമ്മളെ വീഡിയോയിലെല്ലാം കാണിക്കും. ചെരുപ്പ് നന്നാക്കുന്ന ആളെയും കാണിക്കും, ചായപ്പീട കാണിക്കും, വെള്ളം കുടിക്കാനുള്ള ക്യാമ്പർ കാണിക്കും. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സകലതും കാണിച്ചു തരും. അതാണ് ഈ ചാനലിൻ്റെ പ്രത്യേകത. എന്നിട്ടും 100-200 ആളെ കാണുന്നില്ലോ, അതാണ് ഏറ്റവും വലിയ ദുഃഖം. അറ്റ്ലീസ്റ്റ് ഒരു 1K എങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും മെനക്കെട്ട് വീഡിയോ എല്ലാം എടുത്ത് ഒരു 1K പോലും അടിക്കാണ്ട് ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ജൻപത്തിലേക്കില്ല കയറാൻ പോകുന്നു കേട്ടോ. ജൻപത്ത് കയറി നോക്കാലോ. ഇവിടെ കടകൾ കുറഞ്ഞല്ലേ, നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് തിരക്കേറിയ ചെറിയ ഒരു 100 മീറ്റർ 200 മീറ്റർ മാത്രമുള്ള മാർക്കറ്റാണ്. ഭയങ്കര തിരക്ക്. ഞാൻ വീഡിയോ എടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കണ്ടേ 150 റുപ്യ ഫ്ലാറ്റ്. 150 റുപ്യക്ക് ഫ്ലാറ്റ് എല്ലാം കിട്ടും. ഭയങ്കര നല്ല രസമുണ്ട്. എനിക്കൊന്ന് വാടകയായിരിക്കും 150 റുപ്യക്ക് ഫ്ലാറ്റ്. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അടുത്ത സ്ഥലത്ത് നിന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പാലിക ബസാർ. പാലിക ബസാറിൽ സ്ഥിരം വരുന്ന നമുക്ക് പോവാം, നോക്കാം. അപ്പോൾ നമ്മൾ പാലിക എൻ്റർ ചെയ്തു. ഇറങ്ങുമ്പോൾ തന്നെ ടോയ്ലറ്റ്. അടിപൊളി. വളകൾ, കമ്മലുകൾ, മാലകൾ. ചൂട് സമയത്ത് വരാൻ പറ്റിയ സ്ഥലമാണ്. നല്ല അടിപൊളി AC. പാലിക ബസാറിൻ്റെ അകത്തളങ്ങളിലേക്ക് നമുക്ക് പോവാം. സരോജിനിയും എല്ലാം തട്ടിച്ച് നോക്കുമ്പം പൈസ കൂടുതലാണ്. പക്ഷേ നമുക്ക് ഈ ചൂട് കാലത്തെല്ലാം അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് ആയതുകൊണ്ട് ഫുള്ള് സെൻട്രലൈസ്ഡ് AC ആണ്. വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ന് കുറച്ച് തിരക്ക് കുറവ് കാണുന്നുണ്ട്. വില പേശിക്കഴിഞ്ഞാൽ മാത്രം ഇവിടുന്ന് സാധനം കിട്ടും റേറ്റിന്, ഇല്ലെങ്കിൽ നല്ല പൈസയായിരിക്കും. അണ്ടർഗ്രൗണ്ട് പാലിക. ഉള്ളിൽ കുറേ കടകളുണ്ട്. ഒരുപാട് കടകളുണ്ട് ഇവിടെ.
അതുപോലെ തന്നെ കുറേ ഗേറ്റും ഉണ്ട്. ലേഡീസ് ഷോപ്പ്, കുർത്തകൾ, ഇത് ആടിയില്ല സെയിം എല്ലാ കടയിലും ഏകദേശം ഒരേപോലെയുള്ളതാ വരുന്നല്ലേ. വീണ്ടും ലേഡീസ്. ഇവിടെ ഇങ്ങനെ നടന്ന വഴി തെറ്റിപ്പോകുന്നൊരു പെടുത്തും. നമ്മൾ ചിലപ്പം നടന്ന കടയിൽ തന്നെ നമ്മൾ വീണ്ടും നടക്കും. പിന്നെ കടേൻ്റെ നമ്പർ നോക്കിയാൽ പിന്നെ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്ന് മുകളിൽ പോയി നോക്കാം. ഇവിടെ കടകൾ മുകളിൽ എന്തെല്ലാം ഉണ്ട് നോക്കാലോ. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മുകളിൽ ഇവിടെയും കുറേ കടകളുണ്ട്. ഇപ്പോൾ പാലികേൻ്റെ ഒരു ചായ, ചൂട് ചായ ഫ്രം പാലിക. പൈസ എഴുതി വെച്ച് ഡ്രസ്സാകുമ്പോൾ ഒരു വില പേശാൻ സമ്മതിക്കൂല. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ 350 അധികമാണ്. ഇതിനെല്ലൊരു 350 എന്ന് പറയുമ്പോൾ റേറ്റ് കൂടുതലാണ്. നമ്മൾ പാലികയിലും പൈസ കൂടുതലാണ്. നമ്മൾ സരോജിനിയെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഒന്നാമത് ഇതിനെല്ലാം ഈ ഒരു തുണിയെല്ലാം കണ്ടാൽ ഇതിന് 350 അത് ആരും മേണിക്കുക. പാലികയിൽ നിന്ന് പുറത്തിറങ്ങി. പാലിക നമ്മളെ ചീപ്പ് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമല്ല. കാരണം ഇവിടെ വിലവേശി പ്രാന്താവും. അത് മാത്രമല്ല നമ്മൾ വിചാരിക്കുന്നതിന് സാധനം കിട്ടൂല. ഇപ്പം നേരത്തെ തന്നെ 350 സാധനം കണ്ട ക്വാളിറ്റി തീരെയില്ല. നമുക്ക് പാലികയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ പുറത്തെ കാഴ്ച നോക്കാം. നമ്മൾ AC നിന്ന് പുറത്തിറങ്ങി, നല്ല ചൂട്, അടിപൊളി. പുറത്തിറങ്ങി അടിപൊളി. 100 റുപ്യയിലോട്ടെ എന്തെങ്കിലും കമ്മല് 100 റുപ്യ എന്നാ. ₹100 കീച്ചൽ രസം ഉണ്ടല്ലോ കാണാൻ. അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ സ്ഥിരം SN മാർക്കറ്റിലെത്തി. അതിന് മുമ്പ് തന്നെ അമ്പലമുണ്ട്, നവഗ്രഹങ്ങൾ അമ്പലം, ശനിദേവിൻ്റെ. നമ്മുടെ SN മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി, സ്ഥിരം മാർക്കറ്റ്. ശനിയാഴ്ച ദിവസത്തെ എന്താ പറയുക, വീക്കെൻഡിലൊക്കെ നമ്മൾ SN മാർക്കറ്റ് ഒരുവിധം ഇങ്ങനെ തന്നെ ആയിരിക്കും. 250 റുപ്യക്ക് പെണ്ണുങ്ങളുടെ ഡ്രസ്സ്, 100 റുപ്യക്ക് ആണുങ്ങളെ ഷർട്ട്. നല്ല ഷർട്ട് തന്നെ. ഇത് ആണുങ്ങളതല്ല, ഇത് പെണ്ണുങ്ങളെ തന്നെ അല്ലേ? ഞാൻ ആണുങ്ങളാന്ന് വിചാരിച്ചു. പെണ്ണുങ്ങളെ ഷർട്ടാണ്. പെണ്ണുങ്ങളതാ. ബാഗുകൾ. അയ്യോ, തിരക്കില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ആള് മുട്ടി വീഡിയോ എടുക്കാൻ പറ്റില്ല. 150 റുപ്യ. ഇത് കണ്ട 300 റുപ്യൻ്റെ പെണ്ണുങ്ങളെ കുപ്പായം, ആണുങ്ങളെ കുപ്പായം. മുല്ലപ്പൂ ചൂടിയൊരു പെൺകുട്ടി എൻ്റെ മുന്നിൽ പോകുന്നുണ്ട്. മുല്ലപ്പൂ ചൂടിയ പെൺകുട്ടി ഇതാണ് ഞാൻ പറഞ്ഞ മുല്ലപ്പൂ ചൂടിയ പെണ്ണ്. നല്ല അടിപൊളി മുല്ലപ്പൂ. അപ്പോൾ SN മാർക്കറ്റിൻ്റെ തിരക്കുകളിൽ നിന്ന് നമ്മൾ ടാറ്റ പറയും, ബൈ ബൈ പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ ബൈ.